ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് ഞങ്ങൾക്കൊരു 10 ദിവസം അവധി കിട്ടിയപ്പം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു, വയനാട്ടിലേക്ക്. ഞാൻ 2024 പ്ലാൻ ചെയ്തതാണ് വയനാട് ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ ആ വർഷം അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ വർഷം നമ്മൾ അവസാനിപ്പിക്കുന്നത് വയനാട്ടിൽ വെച്ചായിരിക്കും. വയനാട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തത് മേഫ്ലവർ വില്ല ഹോളിഡേ റിസോർട്ടിലാണ്. അതൊരു പ്രൈവറ്റ് പൂൾ റിസോർട്ട്സ് ആണ്. 2 വില്ല മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നല്ല പ്രൈവസിയാണ്. ഇതാണ് ആ വില്ലയുടെ പുറത്തുള്ള വ്യൂ. ഞങ്ങൾ വന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പുറത്തൊന്നും പോകാതെ ഞങ്ങൾ പൂളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പൂളിലെ വെള്ളത്തിന് നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചെമ്പ്ര പീക്കാണ് കാണാൻ പോയത്. ഹിൽ സ്റ്റേഷനിൽ വന്ന ടീ പ്ലാന്റേഷൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ അത് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ടീ പ്ലാന്റേഷനിലോട്ട് ഇറങ്ങി ഞങ്ങൾ 2 പേരും ഓരോ ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ലാക്കടി വ്യൂ പോയിന്റിലേക്കാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് താമരശ്ശേരി ചുരം കാണാൻ പറ്റും. അവിടെ ഞങ്ങളൊരു കുരങ്ങൻ ഫാമിലിനെയും കണ്ടു. അതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് പൂക്കട ലേക്ക് കാണാൻ വേണ്ടിയാണ്. അവിടെ ബോട്ടിങ്, പിന്നെ ഫിഷ് സ്പാ, പിന്നെ അല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പൂക്കട ലേക്കിലോട്ട് നമുക്ക് പാർക്കിങ്ങിൽ നിന്ന് നടക്കാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കഥയും പറഞ്ഞ് കളിച്ചും ചിരിച്ചും നടന്ന് പൂക്കട ലേക്കിലോട്ട് പോയി. ഇതാണ് പൂക്കട ലേക്ക്. ഇതിൻ്റെ ഫുൾ വ്യൂ ആണ് പൂക്കട ലേക്ക്. അവിടെ ഞങ്ങൾ ഫിഷ് സ്പായിക്കിങ് കയറി. ഈ ഫിഷിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിൻസ് ആണ് ഈ ഫിഷിൻ്റെ മെയിൻ ഫീഡ്. അതുകൊണ്ടാണ് നമ്മൾ കാല് മുക്കി വെക്കുമ്പോഴത്തേക്ക് ഈ ഫിഷ് എല്ലാം കൂടി ചുറ്റി നമ്മുടെ സ്കിന്ന് കടിക്കുന്നതല്ല, ഒരു ടിക്ലിംഗ് ഫീലിംഗ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമ്മുടെ കാലിൻ്റെ ഡെഡ് സ്കിൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഫീഡ്. അപ്പോൾ ഇത് കഴിക്കാൻ നോക്കുക, അപ്പോഴാണ് നമുക്കൊരു ടിക്ലിംഗ് ഫീലിംഗ് കിട്ടുന്നത്. പൂക്കോട് ലേക്കിൻ്റെ വിജനമായ വഴികളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം പകൽ കാറ്റുണ്ട്. നട്ടുച്ച കാറ്റുണ്ട്.
ഇത് നന്ദുയുടെ ഫസ്റ്റ് ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഗോ കാർട്ടിംഗ് ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷേ നാട്ടിലത് വയനാട്ടിലുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഞങ്ങളത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളത് കയറി. അവിടെ നമുക്ക് 300 rupees കൊടുത്താൽ ഡ്രോൺ ഷോട്ടും കിട്ടും, ഇതിൻ്റെ ഈ ട്രാക്കിൻ്റെയും പിന്നെ വണ്ടി ഓടിക്കുന്നതിൻ്റെയൊക്കെ. അപ്പം ഞങ്ങൾ അതും എടുത്തു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻ ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പം നമ്മൾ എന്തിനാ അത് വേസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഇനിയും ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നല്ലൊരു മെമ്മറി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതെ അവരോട് തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രോപ്പർ വീഡിയോ എടുത്തു തരാം. അങ്ങനെ അവർ ഒരു ഡ്രോൺ ഷോട്ട് ഞങ്ങൾക്ക് എടുത്തു തന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഉപ്പിലിട്ട് കുറച്ച് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അത് നോർമലി ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അത് കാണുമെങ്കിലും ഞങ്ങൾ ഒരിക്കലും നിർത്തത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്കത് ട്രൈ ചെയ്യണം. അങ്ങനെ അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഈ നെല്ലിക്ക ഹണിയിലിട്ടതുണ്ട്, ലവ്ലോലിക്ക, കാന്താരി മുളക്, പച്ചമാങ്ങ, ചാമ്പയ്ക്ക, അതെല്ലാം ഉണ്ട്. ഈ ബോട്ടിൽസിലാക്കി വെച്ചേക്കുന്നത് നമുക്ക് ചിലതിന് 100 രൂപ, ചിലതിന് 60 രൂപ, അങ്ങനെയാണ്. ഞങ്ങൾ വാങ്ങിച്ചത് ഹണിയിലിട്ട് നെല്ലിക്ക, അതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു, അതിന് 100 രൂപയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട് ലവ്ലോലിക്കയും വാങ്ങിച്ചു. ഇത് ഞങ്ങൾ അതിൻ്റെ അടുത്ത ദിവസം തിരിച്ച് പോകുന്ന വഴിക്ക് കേരള കർണാടക ബോർഡറിൽ വെച്ച് കാണുന്ന ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ സെയിം ബന്ദിപ്പൂർ ഫോറസ്റ്റ് റിസർവ്. എൻ്റെ വീഡിയോ ആണായിരുന്നു. മാന്യം കണ്ടു നിർത്തി എടുക്കോ വീഡിയോ. എടുക്ക, നിലവിളി എൻ്റെ സൈഡിൽ എടുക്ക്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ 1 day ട്രിപ്പ് സ്റ്റോറി ഫ്രം വയനാട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.